തവാഫിന്റെ പിറകെയുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലാണ്. അവിടെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു നേരിട്ടൊരു നിർദ്ദേശം തരുന്നുണ്ട്. വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ, നിങ്ങൾ ഇബ്രാഹിം മഖാം എന്ന കല്ലിന്റെ പരിസരത്ത് നിന്ന് ഒരു നിസ്കാരത്തിന് ഇടം കണ്ടെത്തണേ. എന്താണ് ഈ മഖാം ഇബ്രാഹിം? അത് വേറൊരു കല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം നിർമ്മിക്കുമ്പോൾ ഉയരത്തിന് വേണ്ടി കയറി നിന്നിരുന്ന ചെറിയൊരു കല്ല. ആ കല്ലിന്റെ മേലെ ഇബ്രാഹിം നബിയുടെ 2 കാൽപ്പാടുകൾ പതിഞ്ഞത് ഇപ്പോഴും നമുക്ക് കാണാം. പോകാൻ ഖുർആനിൽ അള്ളാഹു പറയുന്നത്, നിങ്ങൾ തവാഫിന്റെ സുന്നത്ത് നിസ്കരിക്കുമ്പം ഇബ്രാഹിം മഖാം എന്ന കല്ലിനെ മുന്നിൽ വെച്ച് കഅബയുടെയും നിങ്ങളുടെയും ഇടയിൽ ഇബ്രാഹിം നബിയുടെ കാൽപ്പാട് പതിഞ്ഞ കല്ലാകും വിധം നിന്ന് നിങ്ങൾ നിസ്കരിക്കണം. ഏതെങ്കിലും മുസ്ലിമായ മനുഷ്യൻ ആ സമയത്ത് മനസ്സ് തോന്നലുണ്ടോ, ഞാനിത് ഇബ്രാഹിം നബിനെ പൂജിക്കുകയാണ്, ഇബ്രാഹിം നബിനെ ആരാധിക്കുകയാണെന്ന്? നമുക്ക് തോന്നുന്നില്ല. നമ്മൾ അള്ളാഹ് ആരാന്ന് പഠിച്ചിട്ടുണ്ട്, ഇബ്രാഹിം നബി ആരാന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ അവിടുന്ന് ഇത് ചെയ്യുന്നത്? അത് ചെയ്യുന്നത് അള്ളാഹു ആദരിച്ച അവന്റെ ഖലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദം തൊട്ട ഒരു കല്ലിന്റെ ചാരത്ത് വെച്ച് നമ്മൾ ഒരു 2 റക്അത്ത് നിസ്കരിച്ചാൽ അതില്ലാത്തൊരു സ്ഥലത്ത് പോയി നിസ്കരിക്കുന്നതിനേക്കാൾ ഈ നിസ്കാരം ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു പരിഗണിക്കും. ഇതല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? ആ കല്ലിന്റെ ചാരത്ത് വെച്ച് ഒരു 2 റക്അത്ത് നിസ്കരിക്കുന്നത് പോലെ അവിടെ വെച്ച് നമ്മളൊന്ന് ദുആ ചെയ്യുകയാണെങ്കിൽ അതില്ലാത്ത വേറൊരിടത്ത് പോയി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഈ മഹാനോടുള്ള ബഹുമാനവും ആദരവും കാരണം അള്ളാഹു തആല നമ്മളെ പ്രാർത്ഥന സ്വീകരിക്കും. അപ്പൊ മഹാന്മാരിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന ബർക്കത്ത് എന്ന് പറഞ്ഞത് ഇതാണ്. അത് ആഗ്രഹിക്കുന്നതും കാക്ഷിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അവരെ പൂജിക്കലോ ആരാധിക്കലോ ദൈവമാക്കലോ അല്ല, മറിച്ച് അള്ളാഹു അവർക്ക് കൊടുത്ത ആദരവിനെ അംഗീകരിക്കലാണ്. അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. മുത്തുനബി പഠിപ്പിച്ചത് വമിനൽ ഈമാനി തഅളീമു മാ അല്ലമല്ലാഹ്, വിശ്വാസത്തിന്റെ അകക്കാമ്പാണ് അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക.